Today we are discussing about addressing modes of 8085. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞത്. പിന്നെന്താ പിൻ ഡയഗ്രാം പഠിച്ചു, ആർക്കിടെക്ചർ കഴിച്ചു. ഇനി ഒരു മൈക്രോ പ്രോസസ്സർ ഡിസ്കസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് അഡ്രസ്സിംഗ് മോഡ്സ്. അതിൽ മെയിൻ ആയിട്ട് 5 ടൈപ്സ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് വരുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഫസ്റ്റ് നമുക്ക് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിനോട് പറയുമ്പോൾ നമ്മൾ അത് എന്തായിട്ടാണ് പറയുക? ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് പറയുക. ഒരു ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറേ ഇൻസ്ട്രക്ഷൻ പഠിച്ചു. ഓരോ ഇൻസ്ട്രക്ഷൻ എന്താ ഉണ്ടായിരുന്നത്? എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്, സോഴ്സ് ഡാറ്റയുടെ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ ഓഫ് റിസൾട്ട്, അങ്ങനത്തെ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സോഴ്സ്, ഡെസ്റ്റിനേഷൻ, എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? The various ways of specifying operands for an instruction are called the addressing modes. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനിൽ അതിന്റെ ഓപ്പറൻസിന് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ രജിസ്റ്റർ ആവാം, മെമ്മറി ലൊക്കേഷൻ ആവാന്നൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ. അതൊക്കെ എങ്ങനെയൊക്കെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്? അതിന് ഡിഫറെന്റ് വേസ് ഉണ്ട്. ഓരോ വേനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ആർക്കിടെക്ചറിനനുസരിച്ചിട്ടും ഈ അഡ്രസ്സിംഗ് മോഡ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇൻ എനി മൈക്രോ പ്രോസസർ ഇൻസ്ട്രക്ഷൻ ദി സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓപ്പറൻസ് ക്യാൻ ബി രജിസ്റ്റർ, മെമ്മറി ലൊക്കേഷൻ, 8-bit നമ്പർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അല്ലെങ്കിൽ രജിസ്റ്റർ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു എഡീഷന്റെയോ അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ ആവാം, മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 8-bit നമ്പർ അല്ലേ കൊടുക്കാറ്. അപ്പോൾ അതിലേതെങ്കിലും ഒരായിരിക്കും ഓപ്പറൻസ് എന്ന് പറയുന്നത്. The method by which the address of source of data and the address of destination of the result is given in the instruction are called the addressing mode. ഈ ഓപ്പറൻസ് എല്ലാം ഒരു ഇൻസ്ട്രക്ഷനിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മളെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇനി അഡ്രസ്സിംഗ് ഇത് ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ മെത്തേഡ് ബൈ വിച്ച് ദ അഡ്രസ് ഓഫ് സോഴ്സ് ഓഫ് ഡാറ്റ ഓർ ദി അഡ്രസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് റിസൾട്ട് ഈസ് ഗിവൻ ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് അഡ്രസ്സിംഗ് മോഡ്സ്. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് ഓപ്പറൻസ് ഒരു ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് അതാണ് ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇനി 8085 മെയിൻ ആയിട്ട് 5 ടൈപ്പ് അഡ്രസ്സിംഗ് മോഡ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ പഠിച്ച ഒരു ഇൻസ്ട്രക്ഷൻ ആണ് LDA എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. എന്തായിരുന്നു അത്? ലോഡ് ദി കണ്ടന്റ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ അക്യുമുലേറ്റർ. ലോഡ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞതായിരുന്നു LDA എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താ വരുന്നത്? നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് ഇത് ലോഡ് ദ കണ്ടന്റ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. ഇതിൽ മെമ്മറി ലൊക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. 2500H എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ കണ്ടന്റ് എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്. ഇതിലെന്താ സോഴ്സ് എന്ന് പറയുന്നത്? 2500H എന്ന് പറഞ്ഞതാണ് സോഴ്സ് അഡ്രസ് എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അക്യുമുലേറ്റർ ആണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് മെമ്മറി അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് സോഴ്സ് അഡ്രസ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഈ ഇൻസ്ട്രക്ഷൻ നോക്കിയ മൂവ് A, B. ഇത് എന്താ മീനിങ് ചെയ്യുന്നത്? B എന്ന് പറഞ്ഞ രജിസ്റ്ററിലെ കണ്ടന്റ്സ് ഓഫ് രജിസ്റ്റർ B to A. ബിയിലെ കണ്ടന്റ്സ് എയിലേക്ക് മൂവ് ചെയ്യണം. ഇതിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് മൂവ് ആണ്. B എന്ന് പറഞ്ഞത് സോഴ്സ് ആണ്. A എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷനും എല്ലാം പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേഴ്സ് ആണ്. എയും ബിയും എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓപ്പറൻസ് എല്ലാതും രജിസ്റ്റേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ടാവും കേട്ടോ ഇതുപോലെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇപ്പൊ ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ നോക്കി നോക്കൂ. ഇവിടെ മൂവ് A, M. M എന്ന് പറഞ്ഞത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഈ മെമ്മറി ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നായിരുന്നു? HML പെയർ
പെയർ ആണ് നമ്മളെ ഈ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു മെമ്മറി ലൊക്കേഷനൊക്കെ ലിങ്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ആ എം എന്ന് പറയുന്നത് എന്താ HL പെയർ വെച്ചിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. HL പെയർ ആണ് ഈ മെമ്മിന്റെ അഡ്രസ്, ഈ എമ്മിന്റെ അഡ്രസ് പറയുന്നത്. ആ HL പെയർ നോക്കിയിട്ട് അതിന്റെ ലൊക്കേഷനിൽ അഡ്രസ് പോയിട്ട് എടുത്തിട്ട് അത് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ മൂവ് എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ആണ്. എം ഇസ് ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ HL രജിസ്റ്റർ ആണ്. അതായത് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷനിലെ അഡ്രസ് കൊടുത്തിട്ടില്ല. പകരം എന്താ, ഈ HL എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടത്തെ ഡാറ്റ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഇതിൽ ഇൻസ്ട്രക്ഷനിൽ അഡ്രസ് ഒന്നല്ല പറയുന്നത്, ഡയറക്റ്റ് ഡാറ്റ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. MVI A,05H മൂവ് ഇമ്മീഡിയറ്റ് ആണ് MVI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യുക, 05H എന്ന് പറഞ്ഞ ഡാറ്റനെ എടുത്തിട്ട് എയിലേക്ക് കോപ്പി ചെയ്യും. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് MVI ആണ്. 05H എന്ന് പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഡാറ്റ തന്നെയാണ്. സോഴ്സ് എന്ന് പറഞ്ഞത് ഡാറ്റ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. A എന്ന് പറയുന്നതാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ വരുന്നത്. നെക്സ്റ്റ് ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the source of data as well as address of destination of result is fixed. അത് ഫിക്സഡ് ആയിരിക്കും എപ്പോഴും. അതിന് ഒരു ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഓപ്പറൻസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ഡയറക്റ്റ് ആയിട്ട് അതിന് ഓരോ ഇൻസ്ട്രക്ഷനിൽ അത് പറയേണ്ട കാര്യമില്ല, ഡീഫോൾട്ട് ആയിരിക്കും അത്. ഇപ്പൊ CMA കോംപ്ലിമെന്റ് അക്യുമുലേറ്റർ, CMA എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് അക്യുമുലേറ്റർ, അതിന്റെ ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ എന്നുള്ളത് ഡീഫോൾട്ട് ആണ്. ഇവിടെ എന്താ, അതുപോലെ തന്നെ സോഴ്സും ഡെസ്റ്റിനേഷനും അക്യുമുലേറ്റർ തന്നെയാണ്. അയലത്തെ എടുത്തിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് വീണ്ടും അയലേക്ക് തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താ, എന്ന് പറഞ്ഞത് അക്യുമുലേറ്റർ ആണ് ഇതിന്റെ സോഴ്സും ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്നത്. പക്ഷെ അത് ഇൻസ്ട്രക്ഷന്റെ ഓപ്പറേഷന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഓപ്പറൻസ് ഒന്നും ഇതിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓപ്പറൻസ് ഇംപ്ലിസിറ്റ് ആയിരിക്കും. CMA എക്സാമ്പിൾ ആണ്, കോംപ്ലിമെന്റ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഇത്രയുമാണ് നമ്മളെ അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നത്. അപ്പൊ ഇതിൽ ഓരോ അഡ്രസ്സിംഗ് മോഡ്സും നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും ഇതിൽ ഏതെങ്കിലും അഡ്രസ്സിംഗ് മോഡ്സിൽ പെടുന്നതായിരിക്കും. നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ഇൻസ്ട്രക്ഷൻസും ഈ 5 കാറ്റഗറിയിൽ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഡിസ്കസ് ചെയ്ത ഓരോ ഇൻസ്ട്രക്ഷൻസും ഈ 5 സെറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെടുന്നതായിരിക്കും. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ ഓരോന്നിനും കണ്ട് എഴുതാൻ നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.